നമസ്കാരം. സർക്കാർ ഏത് പദ്ധതി കൊണ്ടുവന്നാലും അതെല്ലാം തകരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓരോ പദ്ധതി കൊണ്ടുവരും, അതിൽ നല്ല പരസ്യങ്ങളൊക്കെ നൽകി വലിയ രീതിയിൽ ഒരു ഹൈപ്പ് സൃഷ്ടിക്കുമെങ്കിലും അവസാനം ആ പദ്ധതി സൂര്യവെളിച്ചം കാണാതെ തകരും എന്നതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കേരള സർക്കാരിന്റെ കെ ഫോൺ പദ്ധതികൾ എല്ലാം തന്നെ നിലച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു പദ്ധതി നിലയ്ക്കുമ്പോൾ അടുത്ത പദ്ധതിയുമായി വരും, അത് നിലയ്ക്കുമ്പോൾ അടുത്ത പദ്ധതിയുമായി വീണ്ടും വരും. ജൂൺ അവസാനത്തോടെ സർവീസ് ആരംഭിക്കാൻ പദ്ധതിയിട്ടിരുന്ന എയർ കേരളയ്ക്ക് തിരിച്ചടിയായി വിമാനങ്ങൾ പാട്ടത്തിന് നൽകുന്ന കമ്പനികളുടെ നിലപാട് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ജീവനക്കാർക്കുള്ള പരിശീലനം ഉൾപ്പെടെ അതെല്ലാം തന്നെ പൂർത്തിയായെങ്കിലും വിമാനങ്ങൾ പാട്ടത്തിനെടുക്കാനുള്ള നീക്കങ്ങൾ സ്തംഭിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. വിമാനങ്ങൾ നൽകണമെങ്കിൽ ഒരു വർഷത്തെ വാടക മുൻകൂറായി നൽകുകയോ അല്ലെങ്കിൽ 200 കോടി രൂപയുടെ ബാങ്ക് ബാലൻസ് കാണിക്കുകയോ വേണമെന്നാണ് പാട്ട കമ്പനികളുടെ ആവശ്യം. ഇത്രയും വലിയ തുക കണ്ടെത്തുക എന്ന വെല്ലുവിളിയാണ് എയർ കേരളയ്ക്കും മറ്റൊരു മലയാളി ബന്ധമുള്ള കമ്പനിയായ അൽഹിദ് എയറിനും തിരിച്ചടിയായത്. മെയിലാണ് എയർ കേരളയ്ക്ക് അയാട്ട കോഡ് ലഭിച്ചത്. KD എന്ന കോഡിലാണ് കമ്പനി അറിയപ്പെടുക. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ ചെറുനഗരങ്ങൾക്കിടയിൽ ഡൊമസ്റ്റിക് സർവീസുകൾ ആരംഭിക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. കേരളത്തിൽ കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് സർവീസുകൾ ഉണ്ടാകും. മൈസൂർ വിമാനത്താവളവുമായി കഴിഞ്ഞ വർഷം കരാർ ഉണ്ടാക്കിയിരുന്നു. സർവീസ് തുടങ്ങാവുന്ന ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ എയർ കേരളയ്ക്ക് അൽഹിദ് എയറിനും സ്വന്തമായി വിമാനമുണ്ടെന്ന് കാണിക്കണം. എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഇത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്ന് അനുമതി ലഭിക്കില്ല. ഇന്ത്യയിൽ ചില വിമാന കമ്പനികൾ പ്രതിസന്ധിയിലായതും പാപ്പരായ നടപടികളിലേക്ക് പോയതുമൊക്കെ വിദേശ വിമാന കമ്പനികളുടെ കടുംപിടുത്തത്തിന് കാരണമാണ്. വിമാനങ്ങൾ പാട്ടത്തിന് കൊടുക്കുന്ന കമ്പനികൾക്ക് കോടികൾ നൽകാനുള്ള ഇന്ത്യൻ കമ്പനികളുണ്ട്. പാപ്പരായ നടപടികളിലേക്ക് നീങ്ങിയതോടെ ഇവരുടെ പാട്ടത്തുകയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എയർ കേരളയ്ക്ക് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ NOC കഴിഞ്ഞ വർഷമാണ് ലഭിച്ചത്. ചെലവ് കുറഞ്ഞ ATR 72 വിമാനങ്ങളാണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. ദുബായിലെ മലയാളി വ്യവസായികളായ അവി മുഹമ്മദും അതോടൊപ്പം തന്നെ ചെയർമാൻ അയൂബ് കല്ലട, വൈസ് ചെയർമാനുമായ സെറ്റ് ഫ്ലൈ ഏവിയേഷൻ എന്നിവരാണ് പുതിയ സംരംഭത്തിന് പിന്നിൽ. ഹരീഷ് മൊയ്തീൻകുട്ടിയാണ് എയർ കേരളയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ന്യൂസ് ഡെസ്ക് തത്വമയി TV.